നമസ്കാരം. കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പി ദിവ്യ എന്ന് പറഞ്ഞാൽ ഒരു അവശ്യ ഘടകമാണ്, അത്യാവശ്യമാണ്. പി ദിവ്യയെ നമുക്കറിയാം, ജില്ലാ ഘടകത്തിൽ നിന്ന് നേരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു നേതാക്കളെ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥിരം സമിതിയിലേക്ക്, ധനകാര്യ സ്ഥിരം സമിതി അംഗമാക്കി പി ദിവ്യയെ മാറ്റിയിരിക്കുന്നു. നെറികേടല്ലേ സത്യത്തിൽ പാർട്ടി കാണിച്ചത്? അക്ഷരാർത്ഥത്തിൽ നെറികേട് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ഇതിന് പകരം ഒരു കെ രത്നകുമാരി എന്ന് പറയുന്ന ഒരാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി നിയമിച്ചു. അതിനുശേഷം അവിടെ എങ്ങനെ പി ദിവ്യ ഒഴിവാക്കി വിടാൻ പറ്റാത്ത ഒരാളായി മാറിക്കഴിഞ്ഞോ? ഇവിടെ KR ഗൗരിയമ്മ ഇറങ്ങിപ്പോയ സമയത്തും രണ്ട് കൈയും കെട്ടി നോക്കിയെന്ന പാർട്ടി നേതാക്കളുള്ള ഒരു ശക്തമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാണ്. MVR പാർട്ടി വിട്ടുപോയ സമയത്തും പാർട്ടി തകർന്നു പോയോ? ഇല്ല, പാർട്ടി തകർന്നിട്ടില്ല. അവിടെ പാർട്ടി തകരാൻ അതിന് ബാക്കിയുള്ള പ്രവർത്തകർ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി വീണ്ടും അതിശക്തമായി മുന്നോട്ട് വരുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ SNC ലാവൽ കേസ് വന്ന സമയത്തും, അതായത് പിണറായി വിജയനെതിരെ അങ്ങനെ ഒരു കേസ് വന്ന സമയത്തും തകർന്നു വീണോ CPM എന്ന് പറയുന്ന പാർട്ടി? ഇല്ല. ഇപ്പോഴും വീണ്ടും ഈ പാർട്ടി അധികാരത്തിൽ കയറി, രണ്ടാം തവണയും അധികാരത്തിൽ കയറി. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ശക്തമായ അടിത്തറയുള്ള, ശക്തമായ സാധാരണ ജനങ്ങൾക്കിടയിൽ ശക്തമായ വേരോട്ടമുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നിട്ടും ഈ പി ദിവ്യയും താങ്ങി നടക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് മനസ്സിലാകാത്തത്. പാർട്ടി തന്നെ പലപ്പോഴും, സർക്കാർ തന്നെ പലപ്പോഴും പറഞ്ഞല്ലോ, ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ആ ആത്മഹത്യയുടെ കാരണക്കാരി യഥാർത്ഥത്തിൽ ഈ പി ദിവ്യയാണ് എന്നൊരു 1000 ആവർത്തി പറഞ്ഞില്ലേ? ആ ഒളിവിൽ പോയ കാലഘട്ടത്തിൽ അവരെ സഹായിച്ചതാരാണ്? പാർട്ടി തന്നെയാണ്. ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, റിമാൻഡിലാക്കപ്പെടുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു. അത്രയും കുടിലത നിറഞ്ഞ ഒരു സ്ത്രീയെ വീണ്ടും പിടിച്ച് ധനകാര്യ സ്ഥിരം സമിതി അംഗമാക്കി മാറ്റാൻ കാണിച്ച പാർട്ടിയുടെ ആ ചങ്കുറപ്പുണ്ടല്ലോ, ആ ചങ്കുറപ്പും ആ നട്ടെല്ലും, വാഴപ്പിണ്ടി നട്ടെല്ലെന്നൊക്കെ ഇവിടെ പറയേണ്ടി വരും. അത്തരം വെറും വൃത്തികേട് നീചമായ പ്രവൃത്തിയായിപ്പോയി. ഇത് ആ കുടുംബത്തോട് പാർട്ടി കാണിച്ച നിരുത്തരവാദപരമായ നടപടിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നെറികേടാണ്, നിരുത്തരവാദമൊന്നും പറയാൻ പറ്റില്ല. നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യ മഞ്ജുഷയോടും അവരുടെ മക്കളോടും ഇടതുപക്ഷ പാർട്ടി കാണിച്ച, അല്ലെ CPM കാണിച്ച പൊറുക്കാനാവാത്ത നെറികേട് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അത്ര മ്ലേച്ഛമായി പോയി ഈ കാണിച്ച നടപടി. പാർട്ടി തന്നെ പറയുന്നുണ്ടല്ലോ, ഇവിടെ അവിടെ നുഴഞ്ഞു കയറുകയായിരുന്നു, അതിക്രമിച്ച് കയറിയതിന് ശേഷമാണ് ആ പാവം പിടിച്ച മനുഷ്യനെ അവിടെ ഇരുന്നപ്പോൾ ചുമ്മാ ഇരുന്നുകൊണ്ട് അനാവശ്യമായ അഴിമതി ആരോപണം നടത്തിയത്. എന്ത് ധാർഷ്ട്യം കലർന്ന ഭാഷയിലാണ് ആ ഒരു പ്രസംഗം നടത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോക്ക് നമ്മൾ കണ്ടതാണ് പി ദിവ്യയുടേത്. അപ്പൊ ഇതെല്ലാം കണ്ട് ഒടുവിൽ ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു. ആ കുടുംബത്തിന് നീതി കിട്ടിയില്ല. അവിടെ CBI അന്വേഷണം വേണമെന്ന് ആ കുടുംബം പറയുമ്പോൾ, വേണ്ട, ഇവിടെ പോലീസിന്റെ അന്വേഷണം നീതിപൂർവമായി നടക്കുന്നു, പഴുതുകളില്ലാത്ത അന്വേഷണമാണ് ഇവിടെ പോലീസ് നടത്തുന്നത് എന്നുള്ള ഒരു പൊള്ളയായ വാഗ്ദാനം മാത്രമല്ലേ കൊടുക്കാൻ പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് കഴിയുന്നുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നത്, ഈ പി ദിവ്യയെ തരം താഴ്ത്തിയത് ആരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു? ജനങ്ങളുടെ കണ്ണിൽ അല്ലേ? അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കണ്ണിൽ പൊടിയിടാനായിരുന്നു? അതോ ഈ പറയുന്ന ബൈ ഇലക്ഷൻ, അതായത് ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രം മുന്നിൽ കണ്ട് നടത്തിയ വെറും ഒരു നാടകം മാത്രമായിരുന്നോ ആ തരം താഴ്ത്തൽ എന്നിപ്പോ സംശയിക്കേണ്ടിയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് താഴേക്കിടയിൽ കിടന്ന, അല്ലെങ്കിൽ താഴേക്കിറങ്ങി വന്ന പി ദിവ്യ കുതിച്ചൊരു കയറ്റം കയറിയത്. ഇനിയിപ്പോൾ നാളെ ഒരിക്കൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്കോ അതല്ലെങ്കിൽ ധനകാര്യമന്ത്രി സ്ഥാനത്തേക്കോ പി ദിവ്യ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടി വരില്ല. കാര്യം അത്രത്തോളം സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരാളാണ്, അത്രത്തോളം ഒരു പാർട്ടിയിൽ അത്ര പിടിപാടുള്ള ഒരാളാണ് പി ദിവ്യ എന്ന് ഈ ഒരൊറ്റ നടപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങൾ എന്ത് നീതിയാണ് ഇവിടുത്തെ പാർട്ടിക്കാർ ഈ മഞ്ജുഷയ്ക്കും അവരുടെ കുടുംബത്തിനും കൊടുക്കാൻ പോകുന്നത്? ആ മനുഷ്യനെ കരിവാരി തേച്ചുകൊണ്ട്, അതുവരെ യാതൊരു ബ്ലാക്ക് മാർക്കും തൻ്റെ സർവീസ് ബുക്കിൽ ഇല്ലാതിരുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ആ മനുഷ്യനെ അനാവശ്യമായി തേജോവധം ചെയ്ത് ഒടുവിൽ മാനം കെടുമെന്ന അവസ്ഥ വന്നു. ഇനിയും ജനങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും? കാര്യം ഇതെല്ലാം ഒരു വീഡിയോയിലൂടെ ചിത്രീകരിച്ച് ലോകമൊട്ടുക്ക് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് ചെയ്തത്. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ മാനം നഷ്ടപ്പെടുമെന്ന് ഭയം ആത്മഹത്യയിൽ അഭയം തേടി എന്ന് നമ്മളിപ്പോൾ ശങ്കിച്ചാലും അതിൽ തെറ്റൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇത് ഈ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ള തരത്തിൽ ഒരു വ്യാഖ്യാനം കൂടി അവരുടെ കുടുംബക്കാർ ഉയർത്തുന്നുണ്ട്. അത് സംബന്ധിച്ചാണ് അന്വേഷണം ഉണ്ടാകേണ്ടതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത ഒരാൾ തന്നെയാണ് ഈ ഇപ്പോൾ ധനകാര്യ സ്ഥിരസമിതി അംഗമായി മാറിയ പി ദിവ്യ എന്ന് കാണേണ്ടി വരും.
അപ്പോൾ പാർട്ടിയുടെ നെറികേട്, പാർട്ടി ശക്തമായ രീതിയിൽ നെറികേട് കാട്ടി, വെറും നീചമായ നെറികേടാണ് കാട്ടിയിരിക്കുന്നത്, ആ കുടുംബത്തോട് കാട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനി നാളെ ഒരു സമയത്ത് ഒന്നുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയെങ്കിലും ആയി കാണുമല്ലോ, ഈ ആയി കാണാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അപ്പോൾ പി ദിവ്യ ഇനി നമുക്കൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരാം. ഇനി ഈ കേസ് എങ്ങും എത്താൻ പോകുന്നില്ല. ഇതിൻ്റെ അന്വേഷണമൊക്കെ പാതി വഴിയിൽ എവിടെയെങ്കിലും പോയി വീഴും. കുറച്ചു കാലം നമ്മൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ചർച്ചകൾക്കൊക്കെ ഒരു വിരാമം ഉണ്ടാകും. കാര്യം പൊതുവെ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറയുന്നത് കിട്ടുന്ന വാർത്തകൾ അപ്പോൾ കൊടുക്കുന്ന ആളുകളാണ്, അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകില്ല, അതിൻ്റെ പിന്നാലെ പോക്കില്ല. അങ്ങനെ ഒരു പിന്നാലെ പോക്കില്ലാതെ വരുമ്പോൾ മാധ്യമങ്ങൾ ഇത് തഴഞ്ഞു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കാലം കുറച്ച് കഴിയുമ്പോൾ പൊതുജനം ഇത് മറന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ഈ കേസിൽ നിന്ന് പതുക്കെ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കാം പി ദിവ്യ കുറ്റവിമോചിതയായി എന്നുള്ള ഒരു വാർത്ത. അങ്ങനെ കുറ്റവിമോചിതയായ പി ദിവ്യയ്ക്ക് അവിടെ പാർട്ടിക്കാരെല്ലാം കൂടി ചേർന്നിട്ട് അവിടെ വലിയൊരു സ്വീകരണം ഒരുക്കുന്നു. അവരുടെ ജന്മനാട്ടിൽ സ്വീകരണം ഒരുക്കുന്നു, അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. അഴിമതിക്ക് വേണ്ടി പോരാടിയ സ്ത്രീ എന്നുള്ള പേരിൽ അവർക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള പേരിൽ അവർക്കൊരു പുരസ്കാരവും സംസ്ഥാന സർക്കാർ നൽകുന്നു. അതോടുകൂടി പി ദിവ്യയ്ക്ക് കിട്ടുന്ന പുതിയൊരു പരിവേഷമുണ്ട്. ആ പരിവേഷത്തിൽ അടുത്ത തവണ അവിടെ നിന്ന് മത്സരിക്കാൻ ഇറങ്ങുന്നു. കണ്ണൂരിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് പി ദിവ്യ എന്ന MLA അവിടെ നിന്ന് വിജയിച്ച് പടപ്പുറപ്പാടുമായി തിരുവനന്തപുരത്തേക്ക് നിയമസഭയിലേക്ക് യാത്ര ചെയ്യുന്നു. ഇതൊക്കെ നാളെ സംഭവിക്കാം. ഒടുവിൽ ഒരു നാൾ കേൾക്കാം ഏതെങ്കിലും ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയായി പി ദിവ്യയെ അവരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പോഴും നഷ്ടം ഈ മഞ്ജുഷയ്ക്ക് മാത്രമാണ്. അവരുടെ എല്ലാമായിരുന്ന ഭർത്താവ് നഷ്ടപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഇതുവരെ യാതൊരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിനേറ്റ കറുത്ത മാർക്കായി അത് അവശേഷിക്കുകയും ചെയ്യും. അങ്ങനെ നവീൻ ബാബു ഒരു വലിയ അഴിമതിക്കാരനായി ജനങ്ങൾക്കിടയിൽ മാറും. ആ കുടുംബം തന്നെ നാമാവിശേഷമായി പോകും. അവരുടെ ഈ പറയുന്ന 2 കുട്ടികളുണ്ട്, അവരെയെങ്കിലും പരിഗണിച്ചുകൊണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്, അവരുടെയെങ്കിലും ഭാവി പരിഗണിച്ചുകൊണ്ട് സർക്കാർ വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതാണില്ലാതെയായത്. ഇനിയിപ്പം തൊടാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് പി ദിവ്യ പറന്നു പോകുന്നത് നോക്കി വെറുതെ സാഹൂതം കയ്യും കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ നിയമ സംവിധാനവും അതോടൊപ്പം തന്നെ ഈ നീതിക്ക് വേണ്ടി ഇരുന്നുകൊണ്ടിരിക്കുന്ന മഞ്ജുഷയ്ക്കും നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.